അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിദ്യാർത്ഥികൾ എന്തൊക്കെ വിശേഷം? റാഹത്തന്നല്ലേ? ഇനി നമ്മൾക്ക് എടുക്കാനുള്ള പാഠം ഏതാണെന്ന് ചോദിച്ചാൽ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ക ഇൻസാഫ്. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ക ഇൻസാഫ്. ഓക്കെ, ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നീതി, അതാണ് പാഠം എടുക്കാനുള്ളത്. ശ്രദ്ധിക്കട്ടെ വിദ്യാർത്ഥികളെ. दो मुसाफिर कहाँ जा रहे थे. എന്താണ് ദോ മുസാഫിർ കഹാ ജാ രഹാ തെ. ദോ മുസാഫിർ രണ്ട് യാത്രക്കാർ കഹാ ജാ രഹേ തെ, എവിടേക്കോ പോവുകയായിരുന്നു. രാസ്തേ മേ കാനെ കാ വക്ത് ഹോ ഗയാ. രാസ്തേ മേ കാനെ കാ വക്ത് ഹോ ഗയാ. രാസ്തേ മേ വഴിയിൽ കാനെ കാ വക്ത്, എന്ത് ഭക്ഷണം കഴിക്കേണ്ട സമയം ഹോഗയ ആയി. അതായത് കാന ഭക്ഷണം ഹോഗയ ആയി. ഓക്കെ, ഉനെ ഭൂക്ക് ലഗ്നെ ലഗെ, അവർക്ക് എന്തായാലും ഭൂക്ക് എന്നത് വിശപ്പ്. അവർക്ക് ഭൂക്ക് ലഗ്നെ ലഗെ, അവർക്ക് എന്തായി വിശപ്പ് അധികരിച്ചു. അതായത് വിശപ്പ് ഉണ്ടായപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയമായി. एक मुसाफिर के पास 5 रोटियाँ थी. ഒരു മുസാഫിറിൻ്റെ അടുത്ത് 5 റൊട്ടിയാൻ തീ. എത്ര റൊട്ടി ഉണ്ടായിരുന്നു? 5 റൊട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ एक मुसाफिर के पास 5 റൊട്ടിയാൻ തീ. ഒരു മുസാഫിറിൻ്റെ അടുത്ത് എത്ര? 5 റൊട്ടി ഉണ്ടായിരുന്നു. അവർ ദൂസരെ മുസാഫിർ കെ പാസ് തീൻ, അതായത് മറ്റേത് യാത്രക്കാരൻ്റെ അടുത്ത് 3 റൊട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, अभी उन्होंने खाना नहीं शुरू किया था. അവർ എന്തായിരുന്നു? അവർ ഖാന നെയ് ശുറു കിയ, ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നില്ല. എന്തെന്നാൽ ഏക് ഔർ മുസാഫിർ ഉദർ സെ ഗുസറ, അതായത് വേറൊരു മുസാഫിർ അവിടേക്ക് എന്തായി പ്രവേശിച്ചു, അവർക്ക് വന്നു. അവരുടെ അടുത്തേക്ക് വേറൊരു മുസാഫിർ വന്നു. ഉനോനെ ഉസേ ബി ഖാനെ പർ ബുലായ. അവരെന്തായി അവരെന്തായി അദ്ദേഹത്തെയും അവരുടെ ഭക്ഷണത്തിലേക്ക് വിളിച്ചു. ഓക്കെ, മനസ്സിലായി. അപ്പോൾ വേറൊരാൾ വന്നു. അപ്പോൾ അദ്ദേഹത്തെയും അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. അബ് തീനോനെ മിൽക്കർ കാന കായ. എന്താ, ഇവർ 3 പേരും കൂടി ചേർന്നിട്ട് ഭക്ഷണം കഴിച്ചു. तीसरा मुसाफिर खाने के बाद जाने लगा तो, അതായത് മൂന്നാമത്തെ മുസാഫിർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ജാനെ ലഗാത്തോനെ പോവാൻ നിൽക്കുന്ന സമയത്ത് ഉസ്നെ ഉൻ ദോനോ കെ 8 ദിർഹം ദിയെ. എന്താ, അദ്ദേഹം രണ്ട് ആളുകൾക്കും 8 ദിർഹം നൽകി. ഇപ്പോൾ സവാൽ ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ചോദ്യം എന്താ വെച്ചാൽ എന്തെന്നാൽ 8 ദിർഹം കൈസെ ബാണ്ടെ ജായെ. 8 ദിർഹം, ഈ 8 ദിർഹം കൈസെ എങ്ങനെയാണ് ബാണ്ടെ ജായെ, എങ്ങനെയാണ് വീതിക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ജിസ് മുസാഫിർ കി 5 റൊട്ടിയാൻ തീ ഉസ്നെ കഹ. ഏത് മുസാഫിറിൻ്റെ അടുത്താണോ 5 റൊട്ടിയുള്ളത്, അദ്ദേഹം പറഞ്ഞു 5 ദിർഹം മൈ ലേലും മേരി 5 റൊട്ടിയാൻ തീ. 5 ദിർഹം ഞാൻ എടുക്കുന്നു, കാരണം എൻ്റെ അടുത്ത് 5 റൊട്ടി ഉണ്ടായിരുന്നു. 3 ദിർഹം തും ലേലോ, 3 ദിർഹം നീയും എടുത്തോ. ക്യൂങ്കെ, എന്തെന്നാൽ തുമാരി 3 റൊട്ടിയാൻ തീ, നിൻ്റെ അടുത്ത് എത്ര റൊട്ടി ഉണ്ടായിരുന്നു? 3 റൊട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3 നീയും 5 ഞാനും എടുക്കുക എന്നുള്ളത് 5 റൊട്ടിയുള്ള ആൾ പറഞ്ഞു. ജിസ് മുസാഫിർ കി 3 റൊട്ടിയാൻ തീ ഉസ്നെ കഹ. ഏത് മുസാഫിറിൻ്റെ അടുത്താണോ 3 റൊട്ടിയുള്ളത്, അദ്ദേഹം പറഞ്ഞു ഉസ് മുസാഫിറിനെ ഹം ദോനോ കെ ഹിസ്സെ മേ സെ കായ ഹെ. മുമ്പ് പറഞ്ഞത് ഉസ് മുസാഫിറിന്, ആ യാത്രക്കാരൻ ദോനോക്കെ ഹിസ്സെ മേസെ കായ ഹെ, നമ്മൾ രണ്ടാളുടെയും ഭക്ഷണത്തിൽ നിന്നാണ്, രണ്ടാളുടെ ഭാഗത്ത് നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഇസ്ലിയെ, ഇത് കാരണത്താൽ ഹം ദോനം 8 ദിർഹം ബറാബർ ബാണ്ടിലെ. അപ്പോൾ നമ്മളെന്താ, ഇത് കാരണത്താൽ നമ്മൾ ഈ 8 ദിർഹം ബറാബർ ആയിക്കൊണ്ട് സമമായിക്കൊണ്ട് വീതിക്കുക. 4 ദിർഹം തും ലേലോ 4 ദിർഹം മൈ ലേലും.
4 ദിർഹം നീയും എടുത്തോ, 4 ദിർഹം ഞാനും എടുക്കാം. इस बात पर दोनों में बहुत झगड़ा हुआ है. इस बात पर ഈ കാര്യത്തിന്മേൽ दोनों में രണ്ടുപേരും बहुत झगड़ा हुआ है. രണ്ടാളും എന്തായി വളരെയധികം പ്രശ്നമുണ്ടാക്കി. झगड़ा പറഞ്ഞാൽ കച്ചറ കൂടി. ये ഈ കച്ചറ उस ज़माने की बात है. ഏത് കാലത്തുള്ള വർത്തമാനമാണ്? ജബ് ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു മുസൽമാൻ കോ ഖലീഫാത്തെ. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളുടെ ഖലീഫയായിരിക്കുമ്പോൾ ഖലീഫയായി ഭരണം കൈയാളുന്ന സമയത്തുള്ള ഒരു പ്രശ്നമാണിത്. दोनों मुसाफिरों ने सोचा, രണ്ട് മുസാഫിറുകളും ചിന്തിച്ചു എന്തെന്നാൽ ഈ ജഗഡയ്ക്ക് ഫൈസല ഈ കച്ചറയുടെ തീരുമാനം ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു സെ കർവായെ, അതായത് അലി റളിയല്ലാഹു അൻഹു തീരുമാനിക്കട്ടെ. വോ दोनों ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു के पास पहुंचा. ഇവർ രണ്ടുപേരും ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേൽ എത്തി. हज़रत अली रज़ियल्लाहु अन्हु ने जब उनकी बात सुनी तो उस मुसाफिर से बोला. हज़रत अली रज़ियल्लाहु अन्हु ഇവരുടെ ഈ സംസാരം സുനീത്തോ കേട്ടിട്ട് ഉസ് മുസാഫിർ സെ ബോല, ആ യാത്രക്കാരനോട് പറഞ്ഞു, ജിസ്കി തീൻ റൊട്ടിയാൻ തീ, ആരുടെ അടുത്താണ് 3 റൊട്ടി ഉണ്ടായിരുന്നത് ആ യാത്രക്കാരനോട് പറഞ്ഞു, അഗർ തും എങ്ങാനും अगर तुम 3 ദിർഹം ലേലേ തോ, നീ എങ്ങാനും 3 ദിർഹം എടുക്കുകയാണെങ്കിൽ ഫായ്ദ മേ രഹോങ്കെ, നീ 3 ദിർഹം എടുത്താൽ അത് ഉപകാരത്തിലോ അത് ബറാബറാവോ എന്നാണ് നിൻ്റെ വിചാരം. ക്യൂങ്കി എന്തെന്നാൽ ഹിസാബ് സെ ദേഖ് ജായേ തോ തുമാരെ ഹിസ്സെ മേ സിർഫ് 1 ദിർഹം ആത്താ ഹെ. കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ, ക്യൂങ്കി എന്തെന്നാൽ തുമാരെ ഹിസ്സെ മേ നിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ സിർഫ് 1 ദിർഹം ആത്താ ഹെ, നിനക്ക് 1 ദിർഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ നിനക്ക് 1 ദിർഹം മാത്രം ഉണ്ടാവുകയുള്ളൂ. वो मुसाफिर ഹൈറാൻ ഹോഗയ, ഈ മുസാഫിർ എന്തായി ഹൈറാൻ ഹോഗയ, വളരെയധികം എന്തായി അന്താളിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. ഉസ്നെ കഹ ഏ കൈസ ഹോ സക്ത, ഇത് എങ്ങനെ ഉണ്ടാവുക? ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, हज़रत अली रज़ियल्लाहु अन्हु പറയുകയാണത്, हर रोटी के 3 टुकड़े करे तो 8 रोटियों को कितना टुकड़े होए. हर रोटी को എല്ലാ റൊട്ടിയും 3 ടൊക്കഡ് 3 കഷ്ണങ്ങളായാൽ 8 റൊട്ടിയും 8 റൊട്ടികൾ കിത്തിന ടൊക്കടി ഹോയെ, എത്ര റൊട്ടിയാവും? അതായത് ഓല റൊട്ടി 3 കഷ്ണമാക്കി മുറിച്ചാൽ 8 റൊട്ടികൾ എത്ര കഷ്ണം ഉണ്ടാവും? പഹല മുസാഫിർ, ആദ്യത്തെ മുസാഫിർ ബോല, 8 रोटियों के 24 टुकड़े हुए. 8 റൊട്ടിയുടെ 3 മുറിച്ചാൽ എത്ര ആവും? 24 टुकड़े हुए, എത്ര 24 കഷ്ണമാവും. हज़रत अली रज़ियल्लाहु अन्हु अब ये बताओ कि तीनों में से हज़रत अली रज़ियल्लाहु अन्हु अब ये बताओ कि तीनों में से हर एक के हिस्से में कितने टुकड़े आए. अब ये बताओ, ഇപ്പോൾ പറയൂ कि എന്തെന്നാൽ तीनों में से 3 हर एक हिस्से में कितना टुकड़ा आए. ഓരോരുത്തരുടേതും ഇതിൽ നിന്ന് 3 കഷ്ണമായാൽ അപ്പോൾ നിങ്ങൾ പറയൂ, തീനോമേസ് 3 റൊട്ടിയിൽ നിന്ന് എത്ര കഷ്ണങ്ങളാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾ ഇപ്പോൾ പറയൂ. दूसरा मुसाफिर हर एक टुकड़े 8 टुकड़े കായ. दूसरे मुसाफिर മറ്റു മുസാഫിർ പറഞ്ഞു, ഹർ ഏക്കിനെ 8 ടുക്കടെ കായ എന്നാൽ മറ്റേ മുസാഫിർ പറഞ്ഞത് എല്ലാവരും 8 കഷ്ണങ്ങൾ എന്തായി തിന്നിട്ടുണ്ട്. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ജിസ്കെ പാസ് കുൽ 3 റൊട്ടിയാൻ തീ. മുസാഫിർ അബ് തും ഏ ബതാവോ. അപ്പം അതായത് ഹസ്രത്ത് റളിയല്ലാഹു അൻഹു ആരോട് പറയാണ്? ആരുടെ കയ്യിലാണ് 3 റൊട്ടിയുള്ള യാത്രക്കാരൻ? അദ്ദേഹത്തോട് പറയുകയാണ്, തും ബതാവോ തുമാരി റൊട്ടിയോ കി കിത്തന ടുക്കടെ ഹുയെ, നിൻ്റെ റൊട്ടിയിൽ നിന്ന് എത്ര കഷ്ണങ്ങളുണ്ട്?
मुसाफिर मेरा 3 रोटियों को 9 टुकड़े हुए എൻ്റെ 3 റൊട്ടിയിൽ നിന്ന് എത്ര കഷ്ണം ഉണ്ടാവും? 9 കഷ്ണങ്ങൾ ഉണ്ടാവും. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു പറയാണ്, तुम्हारे हिस्से में से इस तीसरे मुसाफिर ने कितने खाया? നിന്റെ അവകാശത്തിൽ നിന്റെ ഹിസ്സയിൽ നിന്ന് ആ മൂന്നാമത്തെ യാത്രക്കാരൻ എത്ര കഷ്ണം തിന്നു, എത്ര വരി തിന്നു? മുസാഫിർ പറയണേ, മേരെ 9 टुकड़े में से 1 टुकड़ा उसने खाया. എൻ്റെ ഇതിൽ നിന്ന് ഒരു റൊട്ടിയാണ്, ഒരു കഷ്ണമാണ് ആര് തിന്നത്? എൻ്റെ റൊട്ടികളിൽ നിന്ന് ഒരു റൊട്ടിയാണ് ആര് തിന്നത്? ആ മറ്റേ മുസാഫിർ തിന്നത്, അതായത് ആ ദിർഹം കൊടുത്ത മുസാഫിർ തിന്നത്. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു दूसरे मुसाफिर से മറ്റേ മുസാഫിറിനോട് ചോദിച്ചു, अब तुम बताओ तुम्हारे 5 रोटियों के कितने टुकड़े हुए? നിന്റെ 5 റൊട്ടിയിൽ നിന്ന് എത്ര കഷ്ണങ്ങൾ ഉണ്ടാവും? മുസാഫിർ മേരെ 5 റൊട്ടിയോं के 15 टुकड़े हुए. എൻ്റെ 5 റൊട്ടിയിൽ നിന്ന് 15 റൊട്ടി കഷ്ണങ്ങൾ ഉണ്ടാവും. കഷ്ണമാക്കിയാൽ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ഉന്മേ സെ കിതനെ ടുക്കടി തുമ്നെ കായെ. ആദ്യം അപ്പോൾ അതിർത്ത് ചോദിക്കുകയാണ്, ഉന്മേസ ആ 15 നിന്ന് നീ എത്ര തിന്നു? टुकड़े खाए और कितने टुकड़े तीसरे मुसाफिर മറ്റേ മുസാഫിർ എത്ര തിന്നു, നീ എത്ര തിന്നു ചോദിച്ചു. ഉന്മേസ ആ ടുക്കടെ മൈനെ കായ. ഞാൻ എന്തായി ടുക്കടെ അയിന്ന് എത്ര? ഉന്മേസ അയിമ നിന്ന് ഞാൻ എന്തായി 8 തിന്നു. അവർ 7 टुकड़े ഉസ് മുസാഫിറിനെ കായ. അപ്പോൾ എത്ര തിന്നു? ആ മുസാഫിർ 7 തിന്നു. ജിസിനെ 8 ദിർഹം ദിയെ. ആ 8 ദിർഹം തന്ന മുസാഫിർ എത്ര തിന്നു? 7 ഞാൻ 8 തിന്നു. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ഇസ് തറഹ് തും 7 ദിർഹം ലേലോ. ഇസ് തറഹ് അപ്പോൾ അതിർത്ത് പറയാണ്, ഇസ് തറഹ് ഇങ്ങനെയാണെങ്കിൽ തും 7 ദിർഹം ലേലോ, നീ എത്ര എടുത്തു? 7 ദിർഹം നീ എടുക്കൂ. ക്യൂങ്കി ഉസ്നെ തുമാരെ ഹിസ്സെ മേ സെ 7 टुकड़े കായെ. നിന്റെ ഹിസ്സയിൽ നിന്ന് എത്ര 7 കഷ്ണം ആര് തിന്നു? ആ മുസാഫിർ തിന്നു. അതുകൊണ്ട് നീ 7 എടുത്തോ. और 1 ദിർഹം അപ്പനെ സാത്തിക്കോ ദേദോ. നിന്റെ 1 ദിർഹം നിന്റെ കൂട്ടുകാരായിട്ട് നിന്റെ കൂടെ ഉള്ളവന് കൊടുക്കുക. ജിസ്കെ ഹിസ്സെ സെ മുസാഫിർ സിർഫ് 1 टुकड़ा खाया. മൂപ്പറിൽ നിന്ന് മുസാഫിർ 1 കഷ്ണം മാത്രമാണ് തിന്നത്. दोनों मुसाफिरों की समझ में बात आ गई. 2 മുസാഫിറിനും समझ में मतलब बात आ गई. അതായത് മുമ്പ് 2 പേർക്കും മനസ്സിലായി. और उन्होंने हज़रत अली रज़ियल्लाहु अन्हु के बात मान लिया. അവർ 2 പേരും ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സംസാരം എന്തായി? അംഗീകരിച്ചു. आपने देखकर हज़रत अली रज़ियल्लाहु अन्हु അവർ 2 പരസ്പരം നോക്കിയിട്ട് ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു കിത്തന അഖിൽ മന്ദത്തെ. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു എത്രമാത്രം ബുദ്ധിശാലിയാണ്. ഉനേനെ കിത്തന സ്വഹീഹ് ഇൻസാഫ് കിയ. ഉനേനെ എത്ര വ്യക്തമായിട്ടാണ് അദ്ദേഹം നമ്മുടെ ഇടയിൽ നീതി നടപ്പിലാക്കിയത് എന്ന് അവർ 2 പേരും പരസ്പരം നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വിദ്യാർത്ഥികൾ ഉഷാറായി പഠിക്കുക. അല്ലാഹു തആല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.